ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ല? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങളതൊക്കെ തീർക്കാനുള്ള ദിവസമാട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ എണീക്കുമ്പോൾ എന്നെ ഇങ്ങനെ മടിയാവും, ചെയ്യണോ വേണ്ടേ, നാളൊക്കെ ചെയ്താൽ മതി, അതെല്ലാവർക്കും ഉണ്ടാവുന്നില്ല. ഇന്ന് വേണം, നമ്മൾ നാളെ ചെയ്യാമല്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കും. ഇതിപ്പോൾ എന്തായാലും 4 ദിവസം ഓരോന്നും അങ്ങനെ പെൻഡിങ് എടുക്കും, പിന്നെ എന്തായാലും ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് രാവിലെ ഇതാ അയ്പണിച്ച ശേഷം ബെഡൊക്കെ മടക്കി വെച്ചിട്ട് കിച്ചണിലേക്ക് പോകട്ടെ. ചില കാര്യങ്ങൾ ഞാൻ വിചാരിച്ചൊക്കെ അങ്ങനെ തീർക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 11 ആവാറായിക്കണേ. ഞാൻ വേറെ അയ്പണിക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമൊന്നും ഞാൻ ചിക്കൻ മുറിക്കാനേ നോക്കിയിരുന്നില്ല, പിന്നെ ഷാമയാക്കാൻ നോക്കിയിരുന്നത്. പിന്നെ ഷാമയാക്ക് ഇല്ലാത്ത സന്ദർഭത്തിൽ ഞാൻ മുറിച്ച് പഠിക്കണമല്ലോ. അപ്പോൾ ആദ്യമൊക്കെ മുറിക്കുമ്പോൾ ചില പീസുകളൊന്നും കംപ്ലീറ്റ് ഇപ്പം നമ്മളെ ലോലിപ്പോപ്പിൻ്റെ കാല് പോകത്തില്ല, അതൊന്നും കറക്റ്റ് കിട്ടിയിരുന്നില്ല. ഇപ്പം മുറിച്ച് ഏകദേശം ഓക്കെ ആയിട്ട് പിന്നെ എപ്പോഴും വിചാരിക്കും എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ പറയണ പോലെ ഫുർജ മാർക്കറ്റിലുണ്ട്, അതുപോലെ തന്നെ അവിടെ തന്നെ മുറിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ ഒരു വട്ടം ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ മുറിച്ച് തന്നില്ല. പിന്നെ അതിന് മെനക്കെടാൻ നിൽക്കില്ല. ഇനിയിപ്പോൾ എന്തായാലും മേടിക്കുമ്പോൾ അവിടെ നിന്ന് മുറിപ്പിച്ച് വാങ്ങണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് മെനക്കെടാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം പണിയൊക്കെ കിടക്കണാട്ടി മുമ്പ് നമുക്കൊന്ന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കി വെക്കാം. ഞാൻ നൈറ്റിക്ക് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ വെക്കട്ടോ. അപ്പോൾ എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോൺ വെജ് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമൽ ചിക്കൻ കറിനാട്ടിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെപ്പർ ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് ഇത് അറിയണവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ റെസിപ്പി ഷെയർ ചെയ്യട്ടോ. ഞാൻ ഇവിടെ ഒരു 2 മീഡിയം സൈസ് ഉള്ളിയാണ് എടുക്കണം. അത് കുനുകുനാന്ന് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി കേട്ടോ. ഈ ഷേപ്പിൽ അരിഞ്ഞെടുത്താൽ നിങ്ങൾക്ക് മറ്റേ ഷേപ്പിലായാലും കുഴപ്പമില്ല, ഈ ഷേപ്പിൽ അരിഞ്ഞെടുക്കണേ. അങ്ങനെ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ അതാ ഒരു പാൻ എടുത്തിട്ട് ഓയിൽ ഒഴിക്കട്ടെ. നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഓയിലാണ് ഉണ്ടാക്കേണ്ടത്. പെപ്പർ ചിക്കനൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത് ചെറിയതായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഇനി ഇതൊന്ന് ആ പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂക്കണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ഉള്ളിയുടെ കൂടെ നമ്മൾ പച്ചമുളകും വേപ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അതൊക്കെ കൂടി ഒരുമിച്ചായിട്ട് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുക. അപ്പോൾ ഈ സോൾട്ടിൻ്റെ ടിന്ന് ഇവിടുന്ന് മേടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ സോൾട്ട് ഷുഗർ ടീ എന്ന് പറഞ്ഞുള്ളൊരു ടിന്ന് തന്നെ നാട്ടിൽ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി ചെയ്തിട്ടാണ്. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അത് മൂടി വെക്കുക. അപ്പോൾ നമുക്ക് വേഗം വഴണ്ടി കിട്ടും. ലോ ഫ്ലെയിമിലാക്കി വെക്കണില്ലെങ്കിൽ പണി പാളുവേ. എന്തായാലും ഉള്ളി വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് അവിടെ വെറുതെ നിന്നിട്ട് സമയങ്ങളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് എന്തായാലും ക്ലോത്ത്സ് വാഷ് ചെയ്യാണ്ടിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങോട്ട് ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോഴത്തേനും ഞാൻ പ്രത്യേകം പറഞ്ഞ് കുറച്ച് വെച്ചിട്ട് വന്നത്. കാരണം ഒരിക്കൽ ഇതുപോലെ ഞാൻ എന്തോ വയറ്റാൻ വേണ്ടി വെച്ചിട്ട് എന്തോ കാര്യത്തിന് പോയി വന്ന് നോക്കുമ്പോഴത്തേക്ക് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൊട്ടിട്ട് അതൊന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ പോകുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേ പണിയുള്ള ദിവസം ഞാൻ അങ്ങനെ സൈമിൾട്ടേനിയസ്ലി ഒരേപോലെ ചെയ്തിട്ടില്ല പണികളും. അപ്പോൾ അങ്ങനെ ക്ലോത്ത്സൊക്കെ അവിടെ വാഷ് ആയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ നിന്ന് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏകദേശം ഉള്ളി ഒന്ന് വഴറ്റും. നല്ലോണം നമ്മൾ ചിക്കൻ കറിക്കൊക്കെ
വൈറ്റ് എടുക്കണ പോലെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് വഴണ്ടി വന്നാൽ കളർ മാറിയാൽ മതി. എന്നിട്ട് അതിൽ നമ്മൾ ആവശ്യമുള്ള പൊടികളൊക്കെ ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കുരുമുളക്, പെപ്പർ ചിക്കൻ ആയത് തന്നെ കുരുമുളക് പൊടി നമ്മൾ അത്യാവശ്യം ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി അത്യാവശ്യം ഇടുക, നല്ല കറി ഒന്ന് കുറുകി സെറ്റായിട്ട് വരുള്ളൂ. പിന്നെ ആ പെരിഞ്ചീരപ്പൊടി എൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ. ഞാൻ എല്ലാത്തിലും പെരിഞ്ചീരകപ്പൊടി ഇടും. എനിക്ക് പെരിഞ്ചീരപ്പൊടി എല്ലാത്തിലും ഇടുന്നത് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് അതൊന്നൊരു വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യാട്ട് പ്രത്യേകം ശ്രദ്ധിക്കാതെ. ഈ കറിക്ക് നമ്മളെ ചിക്കൻ കറിയൊക്കെ ആഡ് ചെയ്യണ പോലെ കുറേ തക്കാളി ആഡ് ചെയ്യില്ല. ഞാൻ ഇവിടെ ഒരു ഹാഫ് തക്കാളി എടുത്തിട്ടുള്ളൂ ഈ 2 ഉള്ളിക്ക് തന്നെ. കാരണം എന്താ വെച്ചാൽ ആ ഒരു പുളി ടേസ്റ്റ് അധികം ഇതിലേക്ക് വരില്ല. അപ്പോൾ തക്കാളി അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതും വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വഴണ്ടി കിട്ടിയതിന് ശേഷം ഇതാ ചിക്കൻ ആഡ് ചെയ്യണം ഞാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഫ്രഷ് ചിക്കൻ എടുത്തേക്കണത്. ഇങ്ങനത്തെ കറിക്കൊക്കെ ഫ്രഷ് ചിക്കനാണ് നല്ലതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഫ്രോസൺ ചിക്കനും മേടിക്കാറ്, ഫ്രഷ് ചിക്കനും മേടിക്കും. ഫ്രോസൺ കൂടുതൽ പൊരിക്കാനെടുക്കാറ്. കറിക്കൊക്കെ ഫ്രോസൺ അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ തെരി പോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമ്മൾ മൂടിയൊക്കെ കണ്ട കുറച്ചൊന്നിങ്ങനെ ഇതായി വരുമ്പോൾ തന്നെ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക. എന്നിട്ട് നമ്മൾ മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ പെപ്പർ ഇട്ട് കുറച്ചും കൂടിയും ആഡ് ചെയ്തത്. നമ്മൾ നേരത്തെ 1 സ്പൂൺ പെപ്പറെല്ലാം ഇട്ടുള്ളൂ. അപ്പോൾ വീണ്ടും പെപ്പർ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ചിക്കൻ ആവശ്യമുള്ള വേവ് നമുക്കറിയാമല്ലോ. പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞാൽ തുറന്നു നോക്കി കിടക്കണം. നല്ല കുറുകിയിട്ട് കിട്ടും. കണ്ടില്ലേ? ആ വെള്ളം നമ്മൾ ഇത്തിരി വെള്ളം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി നല്ല ചാറ് പോലെ വേണമെന്നില്ല. അപ്പോൾ നമ്മളെ പെപ്പർ ചിക്കൻ റെഡി, സിമ്പിളാട്ടോ. പപ്പ എന്താ പറഞ്ഞറിയോ? അമ്മയുടെ വേഗം ബൂസ്റ്റ് കുടിച്ചിട്ടിരുന്നു. അപ്പത്തിന് പപ്പ വന്നു കഴിഞ്ഞാൽ ഐബുന് ശക്തി വന്നിട്ട് കളിക്കാന് ശക്തി വരണ്ടേ? അതാ കുടിക്ക്. വരണ്ട നല്ല വരണ്ട. ശക്തി എങ്ങനെ വരിക? ശക്തി എന്നാ നോട്ടെ. ഇല്ല, പപ്പ പറഞ്ഞേ. പുറത്ത് നല്ല വെയിലാടാ. ഈ സമയത്ത് പുറത്തു പോയി കുടിക്കാൻ പറ്റില്ല, നല്ല വെയിലുണ്ട്. നമ്മൾ വൈകിട്ട് കുടിക്കണ പോലെയല്ല ഇപ്പോഴേ. വൈകിട്ട് ആ വെയിലുണ്ടാവില്ല, നമ്മൾ ഓടി കളിക്കുമ്പോൾ ഇരുത്തലുണ്ടാവുക. അപ്പൊ നല്ല വെയിലുണ്ട്. ഐബുനെ കണ്ണിങ്ങനെ ആവും വെയില്. അവിടെ പോയി നോക്കി വെയിലുണ്ട്. നോക്കില്ലേ? കണ്ടാ? പുറത്തു പോയപ്പോ അബുന് വെയിലടിക്കൂലേ? വെയിലടിക്കൂലേ അബുന്? പുറത്തു പോയാ പൊന്നോ വെയിലടിക്കൂലേ? അത് മമ്മ പറഞ്ഞു ഇവിടെ വന്നിരിക്കുക, ബൂസ്റ്റ് കുടിക്കുക. വേഗം ഇറക്ക്, വായത്ത് വേഗം ഇറക്ക്. ഡാൻസ് ഒക്കെ കളിക്ക. ഇറക്കിട്ട് ഡാൻസ് ഇറക്കടാ പൊന്നോ. വായത്ത് ഇറക്ക്. ചീമാമൊക്കെ ദേഷ്യമായിട്ട് വായത്ത് അത് അവിടെ പോവും. പോയി കഴിഞ്ഞിട്ട് തടിയിട്ടു. ഇറക്ക്. അങ്ങനെ ഐബുവിന് ബൂസ്റ്റ് കൊടുക്കണ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ തുണികൾ മടക്കിയൊക്കെ വന്നേക്കണേ. ഒന്നും പറയണ്ട. ഞാൻ വല്ല 4 ദിവസം ഷാമിയൊക്കെ ക്യാഷ് ലീവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെക്കേഷനൊക്കെ പോയതിൻ്റെ പിറ്റേ ദിവസത്തെ വ്ളോഗാട്ടോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ അത്യാവശ്യം തുണികൾ മടക്കി വെക്കാണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ മടി പിടിച്ച് ഇങ്ങനെ തുണികൾ മടക്കാണ്ട് വെക്കാറുണ്ടല്ലോ. ഇത് അതൊന്നുമല്ല. ഇത് ഞങ്ങൾ കസാല കടിക്കണ്ടല്ലോ, അതിലിങ്ങനെ കൂമ്പാരം പോലെ കിടക്കണ്ട. കാരണം 2 ദിവസമായിട്ട് മടക്കി വെച്ചിട്ടേ ഇല്ല. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ബേർഡനായി എപ്പോഴും എനിക്ക് തോന്നാറുള്ളതാ. അപ്പം മടക്കി വെക്കുന്നില്ല, ഇങ്ങനെ ബേർഡനായിട്ട് കിടക്കില്ലേ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് ഇന്നൊരു ട്രിപ്പ് അത്യാവശ്യം എടുത്ത് മടക്കി വെക്കുക. പിന്നെ നാളേക്കൊക്കെ എല്ലാം കൂടി ഒരു ദിവസം മടക്കി വെച്ചേക്ക് പ്രാന്ത് വരും. കാരണം എന്താ വെച്ചാൽ മടക്കി വെക്കാൻ, തുണികൾ മടക്കി വെക്കുക എന്നുള്ളത് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം പിന്നെ അത് 2 പാർട്ടായി ചെയ്യുന്നതല്ലേ നല്ലത്. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷോർട്സ് ഞാൻ
ഇതിനായിട്ട് മുമ്പ് എന്തായാലും ഇടും. അപ്പോൾ അവൾ വരുമ്പോൾ കുറച്ച് ടോയ്സൊക്കെ എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രെയിന് പോലത്തെ. അപ്പോൾ അത് ഷാമയൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ടോയ് കാണുന്നത്. എത്ര ദിവസം ഇതിൻ്റെ ഉണ്ടാവും, ഇനി നല്ലപോലെ നോക്കും, പൊട്ടിയെന്നൊന്നും മനസ്സിലാവില്ല. അപ്പം എന്തായാലും ഇപ്പം അതിൻ്റെ പൊലിവിൽ ഷാമയൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട് മൂപ്പരാൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തുടക്കാണ്. ഇതും പറഞ്ഞ പോലെ തന്നെ ഈ ക്യാഷ് ലീവായിട്ട് നമ്മളെ സിനിമ ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ ചെയ്യണ കുറേ വർക്കുകൾ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഇങ്ങനെ കിടന്ന്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കുറേ എളുപ്പം ബേർഡനായി തോന്നില്ല. അപ്പോൾ ക്ലീൻ ആക്കി പോയാൽ മതി. പക്ഷെ നമ്മൾ കിട്ടിയ ദിവസം നമ്മൾ പരമാവധി ആസ്വദിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നത് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അതുപോലെ തന്നെ കാലൊക്കെ ഇങ്ങനെ ഒട്ടും. മെയിനായിട്ട് ഐബു ഇന്നലെ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് നാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സ്വഭാവം അറിയാലോ, കുറച്ച് നാരങ്ങളും കുടിച്ചതിന് ശേഷം അത് കളഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്ത് ചെയ്തോളൂ. പക്ഷെ ഇന്ന് വരുമ്പോൾ ഒട്ടവിടൊക്കെ. അപ്പോൾ അതും ഇങ്ങനെ തുടച്ചെടുക്കുക ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ തുടച്ചെടുക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് പോയില്ലെങ്കിൽ ഒന്ന് കാലുകൊണ്ട് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇതാക്കി തുടച്ചെടുത്താൽ മതിയിട്ട്. കാരണം നമ്മൾ നാട്ടിലത്തെ പോലെ പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കുകയല്ലേ ചെയ്യണത്. അപ്പം അങ്ങനെ ഇത് ചിലപ്പോൾ മറ്റേ സോപ്പ് ചെയ്ത കണ്ടൻറ്റ് കൂടിപ്പോയി നമ്മൾ തുടക്കുമ്പോഴുണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടണ പോലെ തോന്നും. അങ്ങനത്തെ പ്രശ്നം ഇത് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കെൻസിന്ന് മേടിച്ച്, അറിയാത്തൊരു കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കെൻസിന്നകത്ത് മേടിച്ച്. ഇപ്പം അതിന് കുറച്ച് റേറ്റ് ഉണ്ട്. ഞങ്ങൾ ആദ്യം മേടിക്കുമ്പോൾ നല്ല പോലെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടിയത്. ശരിക്കും ഇത് യൂസ് ചെയ്തിട്ടേ നാട്ടിൽ പോയിട്ട് ഞാൻ അന്ന് നമ്മൾ മറ്റേ മോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുക. അത് കുറച്ച് കട്ടിയുണ്ടല്ലോ നമ്മൾ പിഴിയാനൊക്കെ. കുറച്ച് ഇത് നമ്മൾ പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പക്ഷേ ഇതിൻ്റെ കുറേ ഇത് കിട്ടും കേട്ടോ. കൊണ്ടുപോയി നമുക്ക് കഴുകാം. എനിക്ക് നല്ല ഇഷ്ടമുള്ള മീനായിട്ട് മാന്തൽ. പക്ഷേ ഈ കത്തൽ വന്നതിന് ശേഷം മാന്തൽ അങ്ങനെ കാണൂല, പട്ടത്തി അല്ലേ കാണാറ്. ഇവിടെ കണ്ടിട്ടേ ഉണ്ടെന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇതുപോലെ അമ്മി പോയപ്പോൾ കണ്ട് പറഞ്ഞിട്ട് മേടിച്ച് കൊടുന്നിട്ടേക്ക് കൊടുന്നു തന്നതാട്ടാ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടുന്ന് കിട്ടാറേ ഇല്ലാത്ത സാധനമല്ലേ മാന്തൽ. ഇക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മാന്തൽ. ഷാമയാക്കൊക്കെ വല്ലാണ്ട് ഇഷ്ടമല്ല മാന്തൽ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഇക്ക അങ്ങനെ പൊരിക്കുകയും ചെയ്തിട്ടാണ്. പിന്നെ ഇന്നലത്തെ രസത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ ചോറൊക്കെ കഴിക്കട്ടെ എന്തായാലും. അപ്പോൾ മാന്തൽ ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ മാന്തൽ വലിയ കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നല്ല മാന്തൽ കുറേ ഇപ്പം ഞാൻ ഏകദേശം 3 മാസത്തോളം മാന്തൽ തിന്നിട്ടും. അതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് കിട്ടാണ്ട് കിട്ടുമ്പോൾ ഭയങ്കര ഇതായിട്ടാണെന്ന് അറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് നടിച്ച് മിന്നി മാന്തൽ എന്തായാലും. എൻ്റെ കൈ കണ്ട കീറ്റി വെച്ചേക്കണേ. ഈ പാത്രം കഴുകുന്ന സമയത്ത് നമുക്ക് ഫുൾ സ്ലീവൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒളിഞ്ഞ് വീണിട്ടേ ഇപ്പോൾ കൈ കയറ്റി വെച്ചിട്ട് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കട്ടാ. പിന്നാണെങ്കിൽ അധികം പാത്രം കഴുകാനില്ല, സമാധാനം ഉണ്ട്. കാരണം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ പാത്രങ്ങൾ കഴുകിക്കൊണ്ടേ ആകെ നമ്മൾ തിന്ന പാത്രം പിന്നെ ആ കറി ബാക്കിയുള്ള പാത്രം അത് മാത്രം കഴുകാനുള്ളൂ. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ കഴുകണം സമാധാനം. ഇല്ലെങ്കിൽ ഇങ്ങനെ കുമ്പാരം പോലെ അവിടെ കിടക്കും. ആ സമയത്താണ് നമുക്ക് കഴുകാൻ വരുമ്പോൾ ഇത്ര അധികം ഇല്ലേ എന്ന് പറഞ്ഞിട്ടൊരു മടിയാവും. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഐബ് ഉറങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നല്ലൊരു കുളി പാസ്സാക്കട്ടെ വിചാരിച്ചിട്ട് പോവുകയാണേ. സാധാരണ ഐബ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ തട്ടി മുട്ടി എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട് എന്നിട്ട് ഐബ് എണിക്കാൻ പോകണ നേരത്താണ് കുളിക്കാൻ പോവുക. അപ്പോൾ അവനാണെങ്കിൽ ആ സമയത്ത് എണിക്കുകയും ചെയ്യും. അധികം വേഗം കുളിച്ച് ഓടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറ്. പിന്നാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ടയേർഡ് പോലെ തോന്നുക, ഒരു നല്ല കുളി പാസ്സാക്കണം എന്നിങ്ങനെ മനസ്സിൽ തോന്നുക. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പാത്രം കഴുകിയിട്ട് അവിടെ വീഡിയോ ഒന്നും കണ്ടിരിക്കാൻ നിന്നില്ല. കാരണം അവ ഉറങ്ങിക്കഴിഞ്ഞൊരു 3/4 മണിക്കൂർ അരമണിക്കൂറൊക്കെ ചിലപ്പോൾ അടുപ്പിച്ചങ്ങോട്ട് ഉറങ്ങും. അത് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് എണീക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ പിന്നെ അതിനുള്ള സന്ദർഭം കൊടുക്കണില്ല, വേഗം പോയിട്ട് കുളിച്ച് വരട്ടെ വിചാരിച്ച്. പിന്നാണെങ്കിൽ ബാത്റൂം കഴുകാനുണ്ട്. അപ്പോൾ ബാത്റൂം കഴുകിയിട്ട് കുളിക്കണം. അപ്പോൾ അങ്ങനെ വിചാരിക്കണം കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഇങ്ങനെ നീണ്ടൊരു കുളി പാസ്സാക്കാൻ ഇങ്ങനെ ഫീലാണ് വരുന്നത്. ചൂടുവെള്ളത്തിൽ കുടിക്കാൻ പൊതുവേ ഇഷ്ടമാട്ടോ. പക്ഷെ അത്ര നമ്മളെ സ്കിന്നിന് നല്ലതല്ല. ഞാൻ നാട്ടിലെ സമയത്ത് തല കഴുകുമ്പോൾ മാത്രം ചൂടുവെള്ളത്തിൽ കുളിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചൂടുവെള്ളമാകുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഞാൻ തണുവെള്ളം അങ്ങനെ മിക്സ് ആക്കാറില്ല, ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കാറ്. പക്ഷെ അത്രയ്ക്ക് നല്ലതല്ല, എന്നാലും ഒക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുളിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ലോങ് ആയിട്ട് ഉണ്ടാവില്ല, ഞാൻ കുറച്ച് ഷോർട്ടായിട്ട് എടുത്തേക്കാണ്. അപ്പോൾ എന്തായാലും
ഞാൻ കുളിയൊക്കെ പാസ്സാക്കി വരട്ടെ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടെറ്റ ബൈ, സീ യു, ബൈ.